ഹായ്. നമ്മൾ പവർ സിസ്റ്റം 2-ലെ മൊഡ്യൂൾ 1-ലെ പെർ യൂണിറ്റിന്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് ഫിഗർ ഷോസ് എ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ പവർ സിസ്റ്റം. ഡ്രോ ദ ഇംപിഡൻസ് ഡയഗ്രാം വിത്ത് ഓൾ ഇംപിഡൻസ് ഇൻ പെർ യൂണിറ്റ്. ചൂസ് എ ബേസ് ഓഫ് 100 MVA, 220 kV in 50 ohm line. Rating of the components are given below. Generator 40 MVA, 25 kV, X double dash equal to 20%. Synchronous motor 50 MVA, 11 kV, X double dash equal to 30%. Star transformer 40 MVA, 33 bar 220 kV, X equal to 15%. Star delta transformer 30 MVA, 11 bar 220 kV, X equal to 15%. നമ്മളിങ്ങനെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇതിലിപ്പോൾ ഓൾറെഡി നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഫിഗർ തരില്ല, ഡീറ്റെയിൽസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കണം. ഇനി സിംഗിൾ ലൈൻ ഡയഗ്രാം വരച്ചതിന് ശേഷം കമ്പോണൻസിന്റെ റേറ്റിംഗ്സ് ഒക്കെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുക. ജനറേറ്ററിന്റെ റേറ്റിംഗ്സ് മാർക്ക് ചെയ്യുക, ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് ട്രാൻസ്ഫോമർ സ്റ്റാർ ട്രാൻസ്ഫോമർ ആണ്. അത് 33 bar 220 ആണ്. അപ്പോൾ 33 kV നമ്മൾ ഏത് സൈഡിൽ കണക്ട് ചെയ്യണം? ജനറേറ്റർ 25 kV ആണ്. അപ്പോൾ അതിന്റെ അവിടേക്ക് വേണം 33 കണക്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ 220 kV 220 ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്യരുത്. കാരണം ജനറേറ്ററിന്റെ വോൾട്ടേജ് റേറ്റിംഗിനോട് മാച്ച് ചെയ്തിട്ടുള്ള റേറ്റിംഗ് ആയിരിക്കണം ട്രാൻസ്ഫോമറിന്റെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ലോ വോൾട്ടേജ് സൈഡ് 33 kV നമ്മൾ ജനറേറ്ററിന്റെ അവിടേക്ക് മാർക്ക് ചെയ്യുക. ജനറേറ്ററിന്റെ സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. പിന്നെ ഇപ്പുറത്ത് ഹൈ വോൾട്ടേജ് സൈഡ് 220 ആക്കി മാർക്ക് ചെയ്യുക. ഇനി ഇപ്പുറത്ത് വീണ്ടും ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. അതിന്റെ റേറ്റിംഗ് 11 bar 220 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് 11 bar 220 എന്ന് അങ്ങനെ തന്നെ ഫിഗറിൽ എഴുതരുത്, ശ്രദ്ധിക്കണം. നമ്മൾ ഹൈ വോൾട്ടേജ് സൈഡ് എവിടേക്ക് കണക്ട് ചെയ്യണം? ഈ ട്രാൻസ്ഫോമറിന്റെ ഫസ്റ്റ് ട്രാൻസ്ഫോമറിന്റെ 220 kV ഹൈ വോൾട്ടേജ് സൈഡ് വന്നിട്ടുള്ളത് എവിടെയാണോ ആ സൈഡിലേക്ക് തന്നെ സെക്കൻഡ് ട്രാൻസ്ഫോമറിന്റെ ഹൈ വോൾട്ടേജ് സൈഡ് മാർക്ക് ചെയ്യണം. അപ്പോൾ 220 bar 11 എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിഗറിൽ എഴുതണം. ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എല്ലാ കമ്പോണൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്യാം. ഇനി അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു MVA ബേസും KV ബേസും നമ്മൾ ചൂസ് ചെയ്യണം. ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് MVA ബേസ് എന്ന് പറയുന്നത് 100 MVA ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ MVA ബേസ് എപ്പോഴും കോമൺ ആയിട്ടാണ് ചൂസ് ചെയ്യുക. അതായത് എല്ലാ കമ്പോണൻസിനും നമ്മൾ ഇനി എന്താണ് 100 MVA ബേസ് ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോണത്. KV ബേസ് നമ്മൾ ചൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര സെക്ഷൻ ഉണ്ടെന്ന് ആദ്യം നോക്കണം. സെക്ഷൻ എങ്ങനെയാ വരാന്ന് വെച്ചാൽ നമ്മൾ ഒരു എൻഡിൽ നിന്ന് തുടങ്ങുക സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ നിന്ന്. എന്നിട്ട് ട്രാൻസ്ഫോമർ വരുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കഴിഞ്ഞ് സെക്കൻഡറി സൈഡിലേക്ക് പോകുമ്പോൾ അത് അടുത്ത സെക്ഷനിലേക്കാണ് വരിക. അപ്പൊ ഇവിടുന്ന് ജനറേറ്ററിൽ നിന്ന് തുടങ്ങി ട്രാൻസ്ഫോമറായി ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വരെ ഫസ്റ്റ് സെക്ഷൻ. ഇനി സെക്കൻഡറി തൊട്ട് അടുത്ത സെക്ഷൻ തുടങ്ങുന്നു. പിന്നെ അടുത്ത ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കഴിയുന്ന വരെ ആ സെക്ഷനാണ്. ഇനി ട്രാൻസ്ഫോമറിന്റെ അപ്പുറത്ത് സെക്കൻഡറിയിലേക്ക് കിടക്കുമ്പോൾ അടുത്ത സെക്ഷൻ തുടങ്ങും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? ഓരോ ട്രാൻസ്ഫോമർ ഒരു എൻഡിൽ നിന്ന് തുടങ്ങുക, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കഴിയുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. ഓക്കെ. അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ ഓരോ സെക്ഷനും എടുക്കേണ്ടത്. ട്രാൻസ്ഫോമറിന്റെ അപ്പൊ അങ്ങനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 3 സെക്ഷൻസ് ആണ് വരുന്നത്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. ഓക്കെ. അപ്പൊ അങ്ങനെ 3 സെക്ഷൻസ് ആണ്. ഇനി നമ്മൾ KV ബേസ് ഇവിടെ സെക്ഷൻ 2-ല് നമുക്ക് 220 kV ആണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 2-ല് നമ്മൾ KV ബേസ് 220 kV എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ. കാരണം 50 ohm ലൈൻ നിൽക്കുന്നിടത്താണ് 220 kV എടുക്കാൻ പറഞ്ഞത്. 50 ohm ലൈൻ വരുന്നത് സെക്ഷൻ 2-ലാണ്. സെക്ഷൻ 2-ല് നമ്മൾ 220 kV എടുക്കാം. ഓക്കെ. ഇനി സെക്ഷൻ 2-ന്റെ KV ബേസ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ 1-ന്റെയും സെക്ഷൻ 3-ന്റെയും നമുക്ക് KV ബേസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫോർമുല. സെക്ഷൻ KV ബേസ് ഓൺ ലോ വോൾട്ടേജ് സൈഡ്. നമുക്ക് ലോ വോൾട്ടേജ് സൈഡ് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു
കെ വി ബേസ് ഓൺ ഹൈ വോൾട്ടേജ് സൈഡ്, അതായത് 220 ഇൻറ്റു ട്രാൻസ്ഫോമറിന്റെ ലോ വോൾട്ടേജ് റേറ്റിംഗ് ഡിവൈഡഡ് ബൈ ഹൈ വോൾട്ടേജ് റേറ്റിംഗ്. അതായത് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. നമുക്ക് സെക്ഷൻ 2ന്റെ നമുക്ക് കെ വി ബേസ് അറിയാന്നുണ്ടെങ്കിൽ സെക്ഷൻ 1ന്റെ കെ വി ബേസ് ഇസ് ഈക്വൽ ടു കെ വി ബേസ് ഫോർ സെക്ഷൻ 2, അതായത് 220 ഇൻറ്റു ട്രാൻസ്ഫോമറിന്റെ അപ്പുറത്തെ സൈഡിലത്തെ റേറ്റിംഗ്, അതായത് 33 ഡിവൈഡഡ് ബൈ ഈ സൈഡിലത്തെ റേറ്റിംഗ് 220 ചെയ്യാം. അപ്പൊ നമുക്ക് കെ വി ബേസ് ഫോർ സെക്ഷൻ 1 കിട്ടി. ഇനി കെ വി ബേസ് ഫോർ സെക്ഷൻ 3 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷൻ 2ന് നമുക്ക് കെ വി ബേസ് അറിയാം. അത് എത്രയാണ്? 220 ഇൻറ്റു ട്രാൻസ്ഫോമറിന്റെ ഈ ഇപ്പുറത്തെ സെക്ഷനിലത്തെ എവിടത്തെയാണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ സെക്ഷന്റെ വോൾട്ടേജ് റേറ്റിംഗ്, അതായത് 11 ഡിവൈഡഡ് ബൈ ഈ സെക്ഷന്റെ റേറ്റിംഗ് 220, 11 ബാർ 220. അപ്പൊ നമുക്ക് 11 കെ വി എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കെ വി ബേസ് ഓരോ സെക്ഷന്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാ സെക്ഷന്റെ കെ വി ബേസ് കിട്ടി. എം വി എ ബേസ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഓരോ കമ്പോണന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കമ്പോണന്റ് ജനറേറ്റർ ആണ്. ജനറേറ്ററിന്റെ നമുക്ക് തന്നിട്ടുണ്ട് റിയാക്റ്റൻസ് 20% ആണ്. അതായത് ഇത് ഓൾറെഡി നമുക്ക് പെർ യൂണിറ്റ് പെർസെൻറ്റേജിലൊക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ അർത്ഥം അത് പെർ യൂണിറ്റിലാണ് ഓൾറെഡി തന്നിട്ടുള്ളത്. ചിലപ്പോൾ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ തരും, ചിലപ്പോൾ പെർസെൻറ്റേജിലാണ് തരിക. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റിൽ തന്നെയാണ് ഓൾറെഡി തന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി പെർ യൂണിറ്റിൽ തന്നിട്ടുള്ള വാല്യൂവിനെ നമ്മൾ ഇനി പുതിയ പെർ യൂണിറ്റ് വാല്യൂവിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്. സെറ്റ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു എം വി എ ബേസ് ന്യൂ ഡിവൈഡഡ് ബൈ എം വി എ ബേസ് ഓൾഡ് ഇൻറ്റു കെ വി ബേസ് ഓൾഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ വി ബേസ് ന്യൂ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ഇനി വാട്ട് ഇസ് സെറ്റ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ് എന്താന്ന് നോക്കുക. ഓൾഡ് വാല്യൂ എന്ന് പറയുന്നത് ജനറേറ്ററിന്റെ നമുക്ക് തന്നിട്ടുള്ള റിയാക്റ്റൻസ് വാല്യൂ, അതായത് 20%, ദാറ്റ് ഈസ് 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എം വി എ ബേസ് ന്യൂ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് എം വി എ ബേസ്, അതായത് 100 ഡിവൈഡഡ് ബൈ എം വി എ ബേസ് ഓൾഡ് എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ നമുക്ക് ജനറേറ്ററിന്റെ എം വി എ തന്നിട്ടുള്ളത് എത്രയാ? 40. അതാണ് ഓൾഡ് വാല്യൂ. ഓക്കെ, ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു കെ വി ബേസ് ഓൾഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ തന്നിട്ടുള്ള വാല്യൂ ആണ് ഓൾഡ് വാല്യൂസ്. അപ്പൊ 25 ആണ് കെ വി ആണ് തന്നിട്ടുള്ളത്, അതാണ് ഓൾഡ് വാല്യൂ. സോ 25 സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ വി ബേസ് ന്യൂ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ജനറേറ്റർ ഉള്ളത് സെക്ഷൻ 1ലാണ്. സെക്ഷൻ 1ലെ കെ വി ബേസ് എടുക്കുക, ദാറ്റ് ഇസ് 33 സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതാണ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന് ഇതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് 15%, അതായത് ഓൾറെഡി പെർ യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി പുതിയ പെർ യൂണിറ്റ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യണത്. സോ സെറ്റ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു ഇതേ ഫോർമുല തന്നെ. അപ്പോൾ ഇതിനകത്ത് ഓൾഡ് വാല്യൂ സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ് ഇസ് 15%, ദാറ്റ് ഇസ് 15 ബൈ 100 ഇൻറ്റു എം വി എ ബേസ് ന്യൂ 100 ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ നോക്കുക. ട്രാൻസ്ഫോമറിന്റെ ഓൾഡ് വാല്യൂ 40 ആണ്, ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു ഇനി ട്രാൻസ്ഫോമറിന് ശ്രദ്ധിക്കുക. ട്രാൻസ്ഫോമറിന് രണ്ട് പ്രൈമറി സൈഡും ഉണ്ട്, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് സൈഡും ഉണ്ട്, ഹൈ വോൾട്ടേജ് സൈഡും ഉണ്ട്. നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെങ്കിൽ കെ വി ബേസ് ആയിട്ട് എടുക്കാം. നിങ്ങളിപ്പോൾ ഇവിടെ 33 കെ വി, അതായത് ലോ വോൾട്ടേജ് സൈഡാണ് നമ്മൾ എടുക്കണമെങ്കിൽ അത് സെക്ഷൻ 1ലാണ് എടുക്കേണ്ടത്. സെക്ഷൻ 1ലാണ്. അപ്പൊ ഇവിടുത്തെ ഓൾഡ് വാല്യൂ എന്ന് പറയുന്നത് 33, ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് 33 ആണ്. 33 സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ വി ബേസ് ന്യൂ എടുക്കുമ്പോൾ അത് സെക്ഷൻ 1ലാണ്. സെക്ഷൻ 1ന്റെ കെ വി ബേസ് 33 തന്നെയാണ്. അപ്പൊ 33 സ്ക്വയർ ഡിവൈഡഡ് ബൈ 33 സ്ക്വയർ വരും. അതാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഒരാൾ ഹൈ വോൾട്ടേജ് സൈഡ് ആണ് എടുക്കണമെങ്കിലോ, നമ്മൾ ഹൈ വോൾട്ടേജ് സൈഡിന്റെ കെ വി ബേസ് ഓൾഡ് എന്ന് പറയുന്നത് 220 ആണ്. അപ്പൊ 220 സ്ക്വയർ ഡിവൈഡഡ് ബൈ അത് കിടക്കുന്ന സെക്ഷൻ 2ലാണ്. സെക്ഷൻ 2ന്റെ കെ വി ബേസ് എത്രയാണ്? 220 ആണ്. അപ്പൊ 220 സ്ക്വയർ ഡിവൈഡഡ് ബൈ 220 സ്ക്വയർ. അപ്പോഴും സെയിം ആൻസർ ആണ് വരിക. അതായത് ട്രാൻസ്ഫോമറിന്റെ നമ്മൾ ഏത് ഹൈ വോൾട്ടേജ് സൈഡ് അല്ലെങ്കിൽ ലോ വോൾട്ടേജ് സൈഡ് ഏത് സൈഡ് എടുത്ത് ചെയ്താലും പെർ യൂണിറ്റ് വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഉള്ളത് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. ട്രാൻസ്മിഷൻ ലൈനിന് നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് റിയാക്റ്റൻസ് J50 ഓംസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓമിൽ തരികയാണെങ്കിൽ നമ്മൾ പെർ യൂണിറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സെഡ് ആക്ച്വൽ ഡിവൈഡഡ് ബൈ സെഡ് ബേസ്.
Z per unit is equal to Z actual divided by Z base. ആക്ച്വൽ വാല്യൂ ആണ് നമ്മുടെ ഈ J50. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ സെറ്റ് ബേസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സെറ്റ് ബേസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് KV ബേസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ MVA ബേസ് ആണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. അത് സെക്ഷൻ 2-ലാണ്. അപ്പോൾ സെക്ഷൻ 2-ലെ KV ബേസ് എന്ന് പറയുന്നത് 220 ആണ്. 220 സ്ക്വയർ ഡിവൈഡഡ് ബൈ MVA ബേസ് എത്രയാണ്? 100 ആണ്. അപ്പോൾ 484 ഓംസ് കിട്ടി. Therefore Z per unit is equal to Z actual divided by Z base ചെയ്തു. ഓക്കെ, ഇപ്പൊ ട്രാൻസ്മിഷൻ ലൈൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് എഗെയിൻ ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന് ഓൾറെഡി പെർ യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പുതിയ പെർ യൂണിറ്റ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് സെറ്റ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ്. ഓൾഡ് വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റേറ്റിംഗ്സ് ആണ് ഓൾഡ് വാല്യൂ ഇൻറ്റു ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി സിങ്ക്രോണസ് മോട്ടറും ഓൾറെഡി നമുക്ക് പെർ യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്, പെർസെൻറ്റേജിലാണ്, അതായത് പെർ യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ സെഡ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു സെഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു MVA ബേസ് ന്യൂ ഡിവൈഡഡ് ബൈ MVA ബേസ് ഓൾഡ് ഇൻറ്റു KV ബേസ് ഓൾഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ KV ബേസ് ന്യൂ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ചെയ്തു. അപ്പം നമുക്ക് ഇതാണ് ആൻസർ വരിക. ഇനി ഇത്രയും കിട്ടിയതിന് ശേഷം നമ്മൾ ഇമ്പിഡൻസ് ഡയഗ്രാം വരയ്ക്കണം. ഇമ്പിഡൻസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ജനറേറ്റർ ആണ്. ജനറേറ്ററിന്റെ ഇമ്പിഡൻസ് ഡയഗ്രാം എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റിയാക്റ്റൻസ്. അപ്പോൾ അത് വരച്ചു. അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമറിന്റെ ജനറേറ്ററിന്റെ കൂടെ സീരീസ് ആയിട്ട് നെക്സ്റ്റ് വരുന്ന ട്രാൻസ്ഫോമറിന് റിയാക്റ്റൻസ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്മിഷൻ ലൈനിന്റെ റിയാക്റ്റൻസ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും ട്രാൻസ്ഫോമറിന് റിയാക്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തു. പിന്നെ വരുന്നത് മോട്ടറിന് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റിയാക്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ഇമ്പിഡൻസ് ഡയഗ്രാം. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം കിട്ടുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം. ഇവിടെ ഈ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കുക. എ 400 MVA 22 kV 3-phase generator has a sub-transient reactance of 15%. അതായത് ജനറേറ്ററിന്റെ റിയാക്റ്റൻസ് തന്നിട്ടുണ്ട്. ഇനി ജനറേറ്റർ സപ്ലൈസ് ടു സിൻക്രോണസ് മോട്ടോഴ്സ് ത്രൂ 80 km ട്രാൻസ്മിഷൻ ലൈൻ ഹാവിംഗ് ട്രാൻസ്ഫോമർ at both ends as shown in the figure. On this transformer 1, T1 is a 3-phase transformer and T2 is made up of 3 single-phase transformer of rating 150 MVA, 127 bar 13.2 kV, 8% reactance. Series reactance of the transmission line is 0.8 ohm per kilometer. Draw the reactance diagram with all reactance marked in per unit. Select generator ratings as base values. ഇവിടെ ഇതുപോലെ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ സിംഗിൾ ലൈൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. സിംഗിൾ ലൈൻ ഡയഗ്രത്തിലെ എല്ലാ റേറ്റിംഗ്സും മാർക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ റേറ്റിംഗ്സും മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമർ T1 ഒരു 3-phase ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അപ്പോൾ ആ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫിഗറിൽ. ദാറ്റ് ഇസ് 400 MVA 22 bar 230 kV 10% റിയാക്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ട്രാൻസ്ഫോമർ T2ന്റെ കാര്യം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 single-phase ട്രാൻസ്ഫോമേഴ്സ് ഓഫ് റേറ്റിംഗ് 150 MVA 127 bar 13.2 kV 8% റിയാക്റ്റൻസ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ റേറ്റിംഗ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ അതായത് 3 സിംഗിൾ-ഫേസ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 3-phase ട്രാൻസ്ഫോമർ ഉണ്ടാക്കിയെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഒറ്റ 3-phase ട്രാൻസ്ഫോമർ അല്ല, അതിന് പകരം 3 സിംഗിൾ-ഫേസ് ട്രാൻസ്ഫോമേഴ്സ് 3-phase ട്രാൻസ്ഫോമറായിട്ട് കണക്ട് ചെയ്തേക്കാണ്. അപ്പം നമ്മൾ അതിൻ്റെ റേറ്റിംഗ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സിംഗിൾ-ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ആണ് 150 MVA. അപ്പോൾ അത് 3-phase ട്രാൻസ്ഫോമറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റിംഗ് വരിക 3 × 150 MVA എന്ന് വേണം നിങ്ങൾ എഴുതാൻ. 3 × 150 MVA ആയിരിക്കും ടോട്ടൽ MVA വരിക. ഇനി വോൾട്ടേജ് റേറ്റിംഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക 127 bar 13.2. അപ്പോൾ ഹൈ വോൾട്ടേജ് സൈഡ് ഇപ്പുറത്തേക്ക് വരണം, 127 ഇവിടെ വരണം, 13.2 ഈ സൈഡിലാണ് വരുന്നത്. ഇനി അതിൻ്റെ ടൈപ്പ് ഓഫ് കണക്ഷൻ ശ്രദ്ധിക്കണം. ഇവിടെ ഇത് സ്റ്റാർ വിത്ത് ന്യൂട്രൽ ഗ്രൗണ്ടഡും ഇപ്പുറത്ത് ഡെൽറ്റ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വോൾട്ടേജിനെ × √3 ചെയ്യണം. ഡെൽറ്റ ആണെങ്കിൽ ചേഞ്ച് ഇല്ല, അതുപോലെ തന്നെ എഴുതണം.
അപ്പോൾ സ്റ്റാർ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, 127 kV ആയിരുന്നു ഹൈ വോൾട്ടേജ് സൈഡിലെ വോൾട്ടേജ്. അത് സ്റ്റാർ ആയതുകൊണ്ട് അതിനെ *√3 ചെയ്തു. ഇപ്പുറത്തെ സൈഡിൽ ഡെൽറ്റ ആയതുകൊണ്ട് വോൾട്ടേജിൽ ചേഞ്ച് ഇല്ല, 13.2 എന്ന് ഇട്ടു. ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ എല്ലാത്തിൻ്റെയും ലൈൻ വോൾട്ടേജസ് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് എപ്പോഴും എന്തായിരിക്കും, ഫേസ് വോൾട്ടേജ് ആയിരിക്കും തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്യുമ്പോൾ ലൈൻ വോൾട്ടേജ് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ സ്റ്റാർ കണക്ഷനിൽ നമുക്കറിയാം ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് *√3 ചെയ്യണം. ഡെൽറ്റയിലാവുമ്പോൾ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആണ്, ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ ചെയ്തിട്ടുള്ള സ്റ്റാർ സൈഡിൽ നമ്മൾ *√3 ചെയ്തു, ഡെൽറ്റ സൈഡിൽ ചേഞ്ച് ഒന്നുമില്ല, 13.2 kV വെച്ചു. ബാക്കിയെല്ലാം റേറ്റിംഗ്സ് നമ്മൾ ഇതുപോലെ തന്നെ എഴുതി. റിയാക്റ്റൻസിൽ ട്രാൻസ്ഫോമറിൽ ചേഞ്ച് ഒന്നുമില്ല, 8% ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, അത് തന്നെയായിരിക്കും റിയാക്റ്റൻസും വരിക. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിനെ ഇവിടെ റിയാക്റ്റൻസ് സെലക്ട് ജനറേറ്റർ റേറ്റിംഗ്സ് ആണ് ബേസ് വാല്യൂസ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജനറേറ്ററിൻ്റെ റേറ്റിംഗ് 400 MVA ആണ് ജനറേറ്ററിൻ്റെ MVA വന്നിട്ടുള്ളത്. അപ്പോൾ MVA ബേസ് എന്ന് പറയുന്നത് 400 ചൂസ് ചെയ്യുക. ഇനി KV ബേസ് നമ്മൾ ഓരോ സെക്ഷൻസിൻ്റെ ആയിട്ട് എടുക്കണം. അപ്പോൾ ജനറേറ്ററിൻ്റെ റേറ്റിംഗ്സ് ബേസ് വാല്യൂ ആയിട്ട് എടുക്കാൻ പറയുമ്പോൾ ജനറേറ്റർ വരുന്നത് ഏത് സെക്ഷനാണോ, ഇവിടെയും നമുക്ക് എത്ര സെക്ഷൻ, 3 സെക്ഷൻസ് ആണ് വരിക. സെക്ഷൻ 1 ജനറേറ്റർ, അവിടെ നമ്മൾ KV ബേസ് നമ്മൾ 22 കൊടുത്തു. അത് വെച്ചിട്ട് സെക്ഷൻ 2 കാൽക്കുലേറ്റ് ചെയ്യാം. 2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർമുല വരിക 22 × 230 ഡിവൈഡഡ് ബൈ 22 ആണ് സെക്ഷൻ 2 വരിക. ഇനി അപ്പോൾ സെക്ഷൻ 2 നമുക്ക് 230 kV എന്ന് കിട്ടും. ഇനി അത് വെച്ചിട്ട് സെക്ഷൻ 3 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സെക്ഷൻ 3 ഫോർമുല വരിക 230 × എന്താ വരിക 13.2 ഡിവൈഡഡ് ബൈ √3 × 127. ഇതാണ് സെക്ഷൻ 3 വരിക. അപ്പോൾ KV ബേസ് എല്ലാ സെക്ഷൻ്റെയും കിട്ടി, MVA ബേസ് എടുത്തു കിട്ടി. ഇനി നമ്മൾ ഓരോ കമ്പോണൻസിൻ്റെ ആയിട്ട് പെർ യൂണിറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് റിയാക്റ്റൻസ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം.